കാസർകോട്ടെ വിവരങ്ങൾ ഷഫീഖ് ടെസ്റുള്ള നൽകും. ഷഫീഖ്, അവിടെ DCCയിലെ കയ്യാങ്കളിയൊക്കെ വലിയ വിവാദമായതാണ്. അതിപ്പോൾ രണ്ടംഗ സമിതി അന്വേഷിക്കുമെന്നൊക്കെയാണ് അറിയുന്നത്. മറ്റ് സീറ്റുകളിലെ സ്ഥാനാർത്ഥി തർക്കങ്ങളൊക്കെ അവസാനിച്ചു. കാസർഗോഡ് DCC ഓഫീസിൽ ഇന്നലെയാണ് കയ്യാങ്കളി ഉണ്ടായത്. മുതിർന്ന രണ്ട് കോൺഗ്രസ് നേതാക്കൾ DCC ഓഫീസിൽ പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോർ കമ്മിറ്റിയുടെ ചർച്ച തുടരുന്നതിനിടയിലാണ് പുറത്ത് കയ്യാങ്കളി ഉണ്ടായത്. ആ കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിൽ വലിയ ഗൗരവത്തോടു കൂടിയാണ് DCC ഈ സംഭവത്തെ നോക്കിക്കണ്ടത്. KPCCയും അവരിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ, കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകിയ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KM സഫ്വാനെതിരെയാണ് നടപടിയെടുത്തത്. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന സംഭവത്തിൽ രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ രണ്ടംഗ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അവർ 5 ദിവസത്തിനുള്ളിൽ ഇത് പഠിച്ച് റിപ്പോർട്ട് നൽകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. A. ഗോവിന്ദൻ നായരും MC പ്രഭാകരും അടങ്ങുന്ന രണ്ടംഗ സമിതിയാണ് ഈ സംഭവം അന്വേഷിക്കുക. രണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ DCC ഓഫീസിൽ വെച്ച് വലിയ രൂപത്തിലുള്ള കയ്യാങ്കളി ഉണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം അതിൽ കാരണമായിട്ടില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും ആ പഞ്ചായത്തുകളിൽ വെസ്റ്റേളേരി, ഈസ്റ്റേളേരി മേഖലകളിലുള്ള പഞ്ചായത്തിലെ സീറ്റ് വിഭജനം തന്നെയാണ് ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് തന്നെയാണ് സൂചനയുള്ളത്. ആ അർത്ഥത്തിൽ ഉള്ള വലിയ ഗൗരവത്തോടു കൂടി തന്നെ ഇത് DCC കാണുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഒരു നടപടിയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ രണ്ടംഗ സമിതിയെയും കോൺഗ്രസ് നിയോഗിച്ചിട്ടുണ്ട്. കോൺഗ്രസും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ ജില്ലാ പഞ്ചായത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി. LDFിൻ്റേത് 2 ദിവസം മുൻപ് തന്നെ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ജില്ലയും കടന്നിട്ടുണ്ട്. ഓരോ മേഖലകളിലും പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക പൂർത്തിയാവും. അതോടുകൂടി ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് സജീവമായ പ്രചാരണ ചൂടിലേക്ക് പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.